ഇസ്രായേൽ ഇപ്പോൾ ഭരിക്കുന്നത് തീവ്ര വലതുപക്ഷ നേതാവായിട്ടുള്ള നെതന്യാഹു ആണ്. പക്ഷെ ഇസ്രായേലിന് ഹമാസിനോടുള്ള നിലപാട് എപ്പോഴും ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേറെ ആക്രമണങ്ങൾ ഹമാസിനെതിരെ ഉണ്ടായത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിരോധ ശക്തിയായിട്ട് ഇസ്രായേൽ മാറിയത് നെതന്യാഹുവിൻ്റെ ഭരണത്തിലായിരുന്നു. എന്തായാലും നെതന്യാഹു ഒരു യുദ്ധക്കൊതിയനാണെന്നും അത്തരത്തിലൊക്കെ വലതുപക്ഷ നേതാക്കളെ പറ്റി എല്ലാ രാജ്യങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട്, യുദ്ധക്കൊതിയന്മാർ. നമ്മൾ നരേന്ദ്രമോദിയും പറയാറുണ്ട് യുദ്ധക്കൊതിയനാണെന്ന്. അപ്പോൾ എന്നാലും അദ്ദേഹത്തിനൊരു പിന്തുണ ഉണ്ടായിരുന്നു. ഈ നെതന്യാഹുവിന് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഒരു വലിയ പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ടാണ് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് തുടരാൻ പറ്റിയത്. പക്ഷെ ഇപ്പോൾ ആ പിന്തുണ നഷ്ടപ്പെടുന്നു എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. ഇതിന് കാരണം ഒന്ന് ഹമാസിനെ മുട്ടുകുത്തിക്കാൻ പറ്റാത്തതാണോ, അതോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിക്കാൻ അവർക്ക് പറ്റാത്തതാണോ? ഹമാസുകളെ മുട്ടുകുത്തിക്കാത്തതിൽ അവിടെ വിഷയങ്ങളൊന്നുമില്ല. പൂർണ്ണമായി അടിയറ വയ്പ്പിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ. അത് പക്ഷേ അവിടെ ഉള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം അവരെങ്ങനെയാണ്, ഹമാസുകൾ എങ്ങനെയാണ് ഒളിഞ്ഞിരിക്കുന്നത്, അവരെ ഇല്ലാതെയാക്കാൻ എത്രത്തോളം പ്രയത്നം ആവശ്യമാണ്, എത്ര നാളോളം ഇത് നീണ്ടുപോകും എന്നുള്ളതൊക്കെ അവിടുത്തെ. പക്ഷെ അവരുടെ തന്നെ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി, അറിയാലോ, സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്യുകയും തലയറുത്ത് കൊല്ലുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഈ ഹമാസിനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കുക എന്നുള്ള ഒരു വികാരം, ജനവികാരം അകത്തുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ പാകിസ്ഥാനിലെ തീവ്രവാദികളെ കംപ്ലീറ്റ് നശിപ്പിക്കുക, തീവ്രവാദ കേന്ദ്രങ്ങൾ കംപ്ലീറ്റ് നശിപ്പിക്കുക എന്ന് ഇന്ത്യൻ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വികാരം ഇപ്പോൾ ഉണ്ട് ഈ പഹൽഗാമിന് ശേഷം. അതുപോലെ ഒരു ജനവികാരം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിന് ഹമാസിനെ മുട്ടുകുത്തിക്കാൻ പറ്റുന്നില്ല. വെടിനിർത്തൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നെതന്യാഹുവിന് ചേട്ടൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഹമാസുകൾ ഇപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾ ഭൂരിഭാഗവും ഇല്ലാതായി കഴിഞ്ഞു എന്നുള്ളത്. ഹമാസ് തന്നെ പറഞ്ഞു. ഞങ്ങൾ ചത്തു, ഇനി ആകെ വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം അത്രമേൽ ഇതുവരെ അവർ ഹമാസുകൾക്കെതിരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും നീണ്ട ഒരു യുദ്ധമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുക എന്നുള്ളതും നമുക്ക് അത്രയും പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇവരെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് ഈ എലികൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് പോലെയാണ്. അതുപോലെയാണ്, അത്രത്തോളം തുരങ്കങ്ങളാണ്. വീടുകൾക്കടിയിൽ പോലും, ഹോസ്പിറ്റലുകൾക്കടിയിൽ പോലും, സ്കൂളുകൾക്കടിയിൽ പോലും തുരങ്കങ്ങളാണ്. അതിന്റെ ഉള്ളിലാണ് ഇവർ നിൽക്കുന്നത്. രോഗികളെ, കുട്ടികളെ, സ്ത്രീകളെ ഇവർ ഇതാക്കുന്നത്, അതെ, കവചമാക്കുന്നത്. അതെ, അത്തരത്തിലുള്ള നീക്കമാണ്. അപ്പൊ എന്തായാലും ഒരു പരിധിയിലധികം ഹമാസുകളെ ഇല്ലാതെയായിട്ടുണ്ട്. കാരണം ഇരവാദം നടത്തണ്ടേ? അതെ, ഇരവാദം നടത്താൻ പറയുന്ന കുട്ടികളെ വധിച്ചു, അതെ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭൂരിപക്ഷം മാധ്യമങ്ങൾ അത് മാത്രമാണ് കൊടുക്കുന്നത്. അവിടെ ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ടായിരുന്നു. ഫുഡ് ട്രക്സ് കൊണ്ടുപോകുന്നത് ഹമാസുകളാണ്. കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും മറച്ചു വയ്ക്കപ്പെടുകയും UN കീഴിലുള്ളതും മറ്റ് ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ഫുഡ് ട്രക്സ് വരുമല്ലോ ഗാസയിലേക്കൊക്കെ. ആ ഗാസയിലേക്ക് വരുന്ന ഫുഡ് ട്രക്സ് തട്ടിക്കൊണ്ടുപോകുന്നത് ഈ ഹമാസുകളാണ്. ഭക്ഷണം പോലും എന്നിട്ട് അവര് കരിഞ്ചന്തയിൽ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി നമ്മൾ കാണണം. ഇസ്രായേൽ ഇത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ ന്യായീകരിക്കുന്നില്ല. ഈ കരിഞ്ചന്തയിൽ വിൽക്കുന്നത് ഈ പാലസ്തീനിയൻ ഈ പാവപ്പെട്ട ജനതകൾക്കാണ് ഈ കരിഞ്ചന്തയിൽ വിൽക്കുന്നത്. അതുപോലും അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും പൈസ ഞാൻ മനസ്സിലാക്കുന്ന ആയുധം സമാഹരിക്കാനായിരിക്കും, അതിനായിരിക്കണം. അപ്പോൾ ഈ ഇത്രത്തോളമൊക്കെ ആയിട്ടും ഹമാസുകൾക്ക് സ്വയം ബോധ്യം വന്നതുകൊണ്ടാണ് ഹമാസുകൾ ഞങ്ങൾ ഏതാണ്ട് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പോലും പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചോദിച്ചതിലേക്കും ആ കാര്യത്തിലേക്ക് വരുമ്പോൾ, പ്രധാനമന്ത്രി പദത്തിൽ നിൽക്കാൻ വേണ്ടി യുദ്ധമുണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉയർന്നു വന്ന കാര്യം. അദ്ദേഹത്തിനെതിരെ 3 കേസുകളാണുള്ളത്. ആ 3 കേസുകൾ നടക്കുന്നുണ്ട്. ഈ 3 കേസുകളിൽ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയാണ് ഒരു ഹർജി നൽകുകയും അത് മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇവരെ നിർബന്ധിത സൈനിക സേവനത്തിന് ആളുകളെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ആരോപണം. സിവിലിയൻസിനെ എന്നും പറയാൻ പറ്റില്ല, സിവിലിയൻസിനെ അല്ല,
അത് പറയുന്നത് ഈ അൾട്രാ ഓർത്തഡോക്സ് യഹൂദികളായിട്ടുള്ളവരുണ്ട് അവിടെ, ഹരേതി എന്ന് പറയും. പിന്നെ യേശിവ മതപഠന കേന്ദ്രത്തിലുള്ള വിദ്യാർത്ഥികളാണ്, ജൂത മതപഠനവുമായി ബന്ധപ്പെട്ടുള്ള. അപ്പൊ ഇവർക്കൊക്കെയും നിർബന്ധിത സൈനിക സേവനം ജൂതരാഷ്ട്രമാണല്ലോ, അവർക്ക് ഒരു കടമയുണ്ടെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അങ്ങനെയാണ് അവിടെ നിർബന്ധിതമായിട്ട് ഇവരെ കൊണ്ടുവരികയാണ്. നേരത്തെ ഈ ഒരു റൂൾ അവിടെ ഉണ്ടായിരുന്നില്ല. നിർബന്ധിത സൈനിക സേവനം ഈ രണ്ട് വിഭാഗങ്ങൾക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവർക്ക് പിന്തുണ പിൻവലിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവിടുത്തെ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടി ആയിട്ടുള്ള യുണൈറ്റഡ് തോറ ജുഡായിസം എന്ന് പറയുന്ന പാർട്ടിയാണ്. അത് ഈ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലതുപക്ഷ സഖ്യ സർക്കാരിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് പറയുന്ന കാര്യം. അപ്പോൾ അവർ പിന്മാറുകയാണ്. അത്രയും പിന്തുണ അവിടെ കുറയുകയും ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു വിഷയം മാത്രം ഉന്നയിച്ചിട്ടാണ് ഈ പിന്മാറുന്നത്. ഈ രണ്ട് വിഭാഗങ്ങളെ നിർബന്ധിതമായിട്ട് സൈനിക സേവനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് പിൻവലിക്കുമ്പോൾ നിസാര ഭീഷണിയല്ല. 120 അംഗ നെസറ്റിൽ, അതെനിക്ക് തോന്നുന്നു അത് പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു സെനറ്റ് ആയിരിക്കണം. നമ്മുടെ ഇവിടെ പറയുന്ന പോലെ സെനറ്റ് എത്ര പേരുള്ള ഹീബ്രു ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും അറിയുന്നവർ അത് മനസ്സിലാക്കുക. അതെ, കമന്റ് ചെയ്യട്ടെ. അപ്പോൾ 120 അംഗ സെനറ്റിലായിരിക്കണം. നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന് 61 പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. 61 പേരുടെ ഉള്ളൂ. നേരത്തെ ഇത് 68 പേരുടെ പിന്തുണയുണ്ടായിരുന്നു. അങ്ങനെയാണ് നെതന്യാഹു ഭരണത്തിൽ വരുന്നത്. അപ്പോൾ ഈ 1948 ഇസ്രായേൽ രൂപീകരണം മുതൽ നിർബന്ധിത സേവനത്തിൽ നിന്ന്, സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കൽ ഈ പറയുന്ന ഹരേതി, യേശിവ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 2024 ഇസ്രായേൽ സുപ്രീം കോടതി ഈ ഇളവ് നിർത്തലാക്കാൻ ഉത്തരവിടുകയും യേശിവ വിദ്യാർത്ഥികളെ സൈനിക സേവനത്തിനായിട്ട് റിക്രൂട്ട് ചെയ്യാൻ പ്രതിരോധ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ തീരുമാനമാണ് ഹരേതി സമുദായത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഈ യുണൈറ്റഡ് തോറ ജുഡായിസം എന്ന് പറയുന്ന പാർട്ടി അവർ 2022 അവസാനത്തിൽ നെതന്യാഹുവിൻ്റെ സഖ്യത്തിലേക്ക് ചേരുകയാണ് ഉണ്ടായത്. 2022 യേശിവ വിദ്യാർത്ഥികൾക്ക് സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കൽ ഉറപ്പാക്കുന്ന ഒരു നിയമം പാസ്സാക്കുമെന്ന വാഗ്ദാനമുണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഇവർ ഈ പാർട്ടിയിലേക്ക്, നെതന്യാഹുവിൻ്റെ പാർട്ടിയിലേക്ക് വരുന്നത്, ഈ ഒരു വാഗ്ദാനത്തെ തുടർന്ന്. പക്ഷേ പുതിയ ഒരു സൈനിക റിക്രൂട്ട്മെന്റ് ബില്ല് ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പറയുന്ന കാര്യം. പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ചില്ല. ഈ ബില്ല് പാസ്സാക്കും, ഇവരെ ഇദ്ദേഹം ഇതൊരു എന്താ പറയുക, ഇപ്പൊ ISIS നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു. അതായത് മതപഠനം, അത് കഴിഞ്ഞ് നേരെ മിലിറ്റന്റ് ആക്കി വിടുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അവരത് തീവ്രവാദങ്ങൾക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇദ്ദേഹം സൈന്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഒരു സോവറൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത്. ജൂതരാഷ്ട്രം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ജൂതന്മാരും മുസ്ലിംസും ക്രിസ്ത്യൻസും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പലസ്തീനിയൻ ആളുകൾ വരെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലൊരു സോവറിൻ ആയിട്ടുള്ള ഒരു കൺട്രിയാണത്. ഇതുപോലെ പാലസ്തീൻ പോലെ ഒരു കൺട്രി അല്ല. അപ്പം അങ്ങനെ ഒരു കൺട്രിയിൽ ഇത്തരത്തിലൊരു സൈനിക, ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഇന്ത്യയിൽ ഇതുപോലെ ഒരു ഹിന്ദു മതപഠന ക്ലാസ് നടത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഹിന്ദു മതപഠനം കഴിഞ്ഞ് നേരെ ആർമിയിൽ ചേരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മതരാഷ്ട്രമായിട്ട് മാറുന്ന എന്നാണ് അർത്ഥം. ഇത് മതരാഷ്ട്രം അതുപോലെ അവിടെ ചെയ്യുന്ന. അപ്പൊ അതൊരിക്കലും ഇവിടെ അത് ഇവര് മോദി ഹിറ്റ്ലറാണ് എന്നൊക്കെ പറയുമ്പോഴൊന്നും അത്തരത്തിൽ ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇവിടെ അദ്ദേഹം ISIS നിലവാരത്തിലേക്ക് കൊണ്ടുപോയില്ലേ ഈ ഒരു കാര്യം. അതായത് അവിടെ ജനസംഖ്യ എന്ന് പറയുന്നത് 98 ലക്ഷം മറ്റാണ്. 98 ലക്ഷം മാത്രമാണ്. ഇത്രയും നാളായിട്ടുള്ള യുദ്ധമാണ്. ഒരു സമയത്ത് വിജയ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, യുക്രൈൻ യുദ്ധത്തിൽ വഴിയിൽ കാണുന്നവർക്കെല്ലാം ആയുധങ്ങൾ എടുത്തു കൊടുത്തുകൊണ്ട് സെലൻസ്കി ഇറങ്ങുന്നുണ്ട് യുക്രൈനിൽ. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനികർ കുറവായി തുടങ്ങുമ്പോൾ അവരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് കൂടിയുണ്ട്. ബാക്കിയുള്ളവർക്ക് സേവനം ഉണ്ടെങ്കിൽ ഒരു വിഭാഗത്തിനെ മാത്രം മാറ്റി നിർത്തിയിട്ടാണ് അവിടെ
സൈനിക സേവനം നടപ്പാക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പ്രൊട്ടക്ഷൻ, ഇവർ ഈ പറയുന്ന മതപഠന വിദ്യാർത്ഥികളാണ് എന്നുള്ള ലേബൽ വെച്ചിട്ട് ഇവർ മാറി നിൽക്കുന്നു. ഇവിടെ സൈന്യത്തിൽ ആള് കുറയുന്നു. ആള് കുറയുമ്പോൾ ബാക്കിയുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവരെ കൂടി അതിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ യുക്രൈനിൽ അങ്ങനെ അവരെ വിളിക്കാനുള്ള ഒരു എന്താ പറയാ, അതിനുള്ളൊരു കരാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമപ്രകാരമായ നിയമവശമാണ് അദ്ദേഹം നോക്കിയത്. അതെ. അപ്പോൾ ഈ വിഭാഗത്തിന് സുപ്രീം കോടതിയാണല്ലോ പറഞ്ഞേ ഇവർ കൂടി സൈനിക സേവനം നടത്തണം ആവശ്യമുണ്ടെങ്കിൽ എന്നായിരിക്കണം. അപ്പോൾ ആ ഒരു സേവനം നടത്തണം എന്ന് പറയുമ്പോൾ അതിനെതിരെ, അതായത് ഇതിനെതിരെ ഒരു ബില്ല്, ഈ രണ്ട് വിഭാഗങ്ങളെ സമുദായങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബില്ല് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു കൊടുത്തിരുന്ന വാഗ്ദാനം, ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തിരുന്ന വാഗ്ദാനം. പക്ഷെ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ 2022 ഈ കക്ഷി വരുമ്പോൾ അത് കഴിഞ്ഞ് 2023 ആകുമ്പോഴേക്കും ഈ ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള ഇവരുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് സൈന്യമാണ്. സൈന്യത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഇവർ പറയും ഇവർക്ക് ആൾനഷ്ടം ഉണ്ടായിട്ടില്ല. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സൈനികരെ ഇല്ലാതാക്കപ്പെടുന്നുണ്ട്. അവർക്ക് സൈനികരെ വലിയ തോതിൽ നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു ബില്ല് പാസ്സാക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഇസ്രയേൽ പറയുകയാണ് ഞങ്ങൾക്ക് നഷ്ടമായിട്ടില്ല, ഞങ്ങൾക്ക് ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും അവിടെ ഈ പറയുന്ന സൈനികരെ അവർക്ക് നഷ്ടമാകുന്നുണ്ട്. സൈനികർ യഥേഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു നിർബന്ധിത സൈനിക സേവനത്തിനായിട്ട് ഇവരെ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അവിടെ ഇസ്രയേലിന്റെ ആ വാദം പൊളിയണേ, ഞങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളൊരു വാദം പൊളിയുന്നുണ്ട്. പിന്നെ സ്വരാഷ്ട്രത്തിന് വേണ്ടി ഒരു സൈനിക സേവനത്തിന് ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ അതിൽ തെറ്റുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന പോലെ മതം പഠിച്ച് മതം മാത്രം തലക്കി പിടിച്ച് രാഷ്ട്രം പോലും ഒന്നുമല്ല, മതം മാത്രമാണ് വലുത് എന്ന് പറയുന്നതിനേക്കാൾ ഭേദമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രത്തിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ RSS ഉണ്ട്. RSS എന്ന് പറയുന്ന സംഘടന ഏത് നിമിഷവും സൈന്യത്തിൽ ചേരാൻ, രാഷ്ട്രത്തിന് വേണ്ടി സ്വയം പ്രവർത്തിക്കാൻ അവർ എല്ലാ ദിവസവും എന്ന് പറയുന്ന ശാഖയിൽ പ്രതിജ്ഞ എടുക്കുന്നവരാണ്. വേറെ ഇവിടെ പല പാർട്ടികൾക്കും ഇത്തരത്തിലുള്ള വിങ്ങുണ്ട്, അവരും പദവിന്യാസമൊക്കെ നടത്താറുണ്ട്. പക്ഷെ അവരാരും രാഷ്ട്രത്തിന് വേണ്ടി ഒരു ദിവസം ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞാൽ ഇറങ്ങിത്തിരിക്കാൻ പ്രതിജ്ഞ എടുക്കുന്നവരാണ്. അങ്ങനെ അത്തരത്തിലൊരു യൂണിറ്റ് ആയിട്ട് ഇന്ത്യൻ സർക്കാർ മോദി ഗവൺമെന്റിന്റെ കീഴിലും മുന്നേയും എടുക്കാൻ ഒരു റിക്രൂട്ട് ചെയ്യാൻ ഒരു ശ്രമം ഇന്ത്യ ഗവൺമെന്റ് നടത്തിയിട്ടില്ല. ഇല്ല, നമുക്ക് അതിനു വേണ്ടും സൈനികരുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ 99 ലക്ഷം മാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം, അവിടെ 2 വർഷത്തോളമായിട്ട് നിരന്തരം നടക്കുന്ന ഒരു യുദ്ധം. ഈ യുദ്ധങ്ങൾ ഒന്നിൽ തുടങ്ങിയതാണ്, 3 ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ 4 ഭാഗത്തുനിന്ന് അടിയാണ്. ഇത് കൊള്ളുമ്പോൾ തിരിച്ചൊരു മിസൈൽ വരുമ്പോൾ ഇവരുടെയും സൈനികർ ഇല്ലാതെയാവുന്നുണ്ടാവും. ആ ഒരു സൈനിക നഷ്ടം നികത്താൻ ഒരുപക്ഷെ ഇങ്ങനെ ഒരു രാജ്യത്തിന് ഈ ഒരു രീതിയിൽ കൂടി റിക്രൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടാവാം. പക്ഷെ ഈ തീവ്രമായിട്ട് ഈ മതപഠനം മാത്രം നടത്തി ഒരു മൂലയ്ക്ക് കൂടുന്നവരെയാണ് എടുക്കുമ്പോഴാണ് ഇവർക്ക് വിഷയം വരുന്നത്. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാതെ മതപഠനം മാത്രമായിട്ട് നടത്തുന്നവർക്കാണ് ഈ വിഷയം. അപ്പൊ എന്തായാലും നെതന്യാഹുവിന് കേസുകളുണ്ട്. ആ കേസുകളും ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. ആ സമയത്താണ് ഇവർ പിന്തുണ പിൻവലിക്കുന്നത്. അതൊരു വിഷയം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെതന്യാഹു താഴെ പോകാനുള്ള ഒരു സാധ്യത കൂടി പുറകെ വരുന്നുണ്ട്. ഇപ്പൊ ട്രംപ് യുദ്ധം നിർത്താൻ പറഞ്ഞു, യുദ്ധം നിർത്തിക്കുമ്പോഴും അവിടെ യുദ്ധം നിർത്തുമ്പോൾ ചർച്ചയാകുന്നത് നെതന്യാഹുവിനെതിരെയുള്ള ഈ വിഷയങ്ങൾ തന്നെയാണ്.